നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. വിചാരണ കോടതിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനവും ഉണ്ടായി. ഇതെന്തുതരം വിചാരണയാണെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. 87 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ദിലീപിൻ്റെ അഭിഭാഷകൻ വിസ്തരിച്ചത്. എങ്ങനെയാണ് ഒരാളെ ഇങ്ങനെ 87 ദിവസം തുടർച്ചയായി വിസ്തരിക്കുന്നത്? ഇങ്ങനെയാണോ കേസിൻ്റെ വിചാരണ നടക്കേണ്ടതെന്നുള്ള രൂക്ഷമായ ചോദ്യമായിരുന്നു സുപ്രീം കോടതിയുടേത്. സർക്കാർ ഇത് വിചാരണ കോടതിയിൽ എതിർത്തില്ലേ എന്നും സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് അനന്തമായി ഈ കേസിൻ്റെ വിചാരണ നീണ്ടുപോകുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, നമുക്കെല്ലാം അറിയുന്ന കേസാണ്. കേരളീയ സമൂഹത്തിൽ വലിയ വിവാദ കൊടുങ്കാറ്റ് അയച്ചുവിട്ട കേസാണ് ഈ നടിയെ ആക്രമിച്ച കേസ്. അതിൻ്റെ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്. 7.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. അതുതന്നെ ഈ വിചാരണ ഇത്രത്തോളം നീണ്ടുപോയതുകൊണ്ടാണ് ജാമ്യം കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത്. സുപ്രീം കോടതി തന്നെ ചോദിക്കുകയാണ്, ഇത് എന്തുതരം വിചാരണയാണ്? അത്ഭുതപ്പെട്ടുകൊണ്ടാണ് കോടതി ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിൽ പിടിപാടുള്ളവർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളുടെ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത്? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം, പറഞ്ഞോളൂ സാറേ. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത് വളരെയധികം നല്ല കാര്യമാണ്. കോടതിക്കാരെയാണ്, നമുക്കൊന്നും ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും പറ്റൂല. അവർ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഇതുവരെ കൊടുത്തില്ല. എന്നാലും ഇങ്ങനെ ഒരു കോടതിയിലെ ചില കേസുകളുടെയൊക്കെ വിചാരണ ഇങ്ങനെ അനന്തമായി നീളുമ്പോൾ ഏത് മനുഷ്യനും സ്വാഭാവികമായ ചില സംശയങ്ങൾ ഉയരില്ലേ? അതുകൊണ്ടാണ് ഇക്കാരം കൊടുത്തത് കാണും. ഇനി വിചാരണയാണ്. ഇനിയിപ്പോൾ ആ കേസിന്റെ വിധി വരുന്ന സമയത്ത് അയാളൊന്ന് പോയി പോകുന്നോട്ടെ, എങ്ങനെയൊക്കെ തോന്നിക്കാണും ബഹുമാനപ്പെട്ട കോടതിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അത്. അതിന്റെ കൂടുതലൊന്നും അത് കോടതിക്കാരെ ആയതുകൊണ്ട് പറയുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അങ്ങനെ. നമുക്ക് ഇബ്രാഹിമാണ് കോതമംഗലത്ത് നിന്നും. ശ്രീ ഇബ്രാഹിം, ഈ ദിലീപിന്റെ അഭിഭാഷകൻ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസമാണ് തുടർച്ചയായി ക്രോസ് വിസ്താരം നടത്തിയത്. സുപ്രീം കോടതി തന്നെ ചോദിക്കുകയാണ്, ഇത് എന്തുതരം വിചാരണയാണ്? ഇങ്ങനെ ഒരു വിചാരണയുണ്ടോ എന്ന് കോടതി തന്നെ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിൽ പിടിപാടുള്ള സ്വാധീനശേഷിയുള്ള ആളുകളുടെ കേസുകൾ ഇങ്ങനെ അനന്തമായി വിചാരണ നീണ്ടുപോകുന്നത്? ശ്രീ ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കേൾക്കാമോ? ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ഇത് പോത്തങ്കോട് ഉണ്ണികൃഷ്ണനാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ സാറ് എന്നെ ഹലോ ഹലോ എന്നാക്കിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. കട്ട് ചെയ്ത് കളഞ്ഞല്ല, കട്ടായി പോയതാണ്. നമ്മൾ ആരുടെയും കട്ട് ചെയ്ത് കളയാറില്ല. ഞാൻ ഒരുപാട് സമയം നോക്കിക്കൊണ്ട് വെയിറ്റ് ചെയ്ത് എന്തുമാത്രം സമയം വെയിറ്റ് ചെയ്തിരുന്നതെന്ന് അറിയാം. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരുപാട് പേര് ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിലർക്ക് വിളിച്ചാൽ കിട്ടും. ഞാൻ ഇനി കട്ട് ചെയ്താൽ ഞാൻ അന്ന് പണ്ട് പറഞ്ഞ കാര്യം ചെയ്യും. ഞാൻ കൂടോത്രം ചെയ്യും. അതെന്താണ് കൂടോത്രം ചെയ്യുന്നില്ലേ? കൂടോത്രമൊക്കെ ഉള്ള ആളാണോ? പക്ഷെ ഏക്കില്ല കേട്ടോ, പൊതുവേദിയിൽ കൂടോത്രം ഏക്കുന്ന പരിപാടിയല്ല ഇത്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറേ, പണമുള്ളവന് ഇവിടെ എന്തുവാവാം. പണമുള്ളവന് ഇവിടെ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അവന്റെ കൂടെ ആളുണ്ട്, വക്കീലുണ്ട്, ജഡ്ജി കാണും. എല്ലാ മേഖലയിലും അവർക്ക് മാത്രമേ. ഒരു സാധാരണക്കാരനാണെങ്കിൽ അവൻ അവിടെ കിടന്ന് ഉണ്ടേ നിന്ന് ഇടിയും മാച്ച് അവൻ രക്തം തൂറി അവൻ ചത്തുപോയനെ അവൻ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ഇനിയും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇത് ഇനിയും നീണ്ട് വർഷങ്ങളെടുക്കും. വർഷങ്ങളെടുത്താലും ഒരു ചുക്ക് സംഭവിക്കാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ കോടികൾ വാരി ഇറക്കി പിന്നെ ഇത്രയും നീചമായ പ്രവൃത്തികൾ ചെയ്തിട്ട് കോടികൾ വാരി ഇറക്കി കളിക്കുന്ന കളിയാണ്ടില്ല. അവർക്ക് ആർക്കെങ്കിലും അവർക്ക് ഒരു തമാശ രൂപേണയാണ് കൊണ്ടുപോകണം. ആർക്കും ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ആ രീതിയിലാണ്. പക്ഷെ ഇവിടെ പാവപ്പെട്ടവന്മാരെ കൊണ്ടിട്ട് യവന്മാര് കാണിക്കുന്ന വേലകൾ നമ്മൾ കാണുമ്പോൾ ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സമ്പന്നന്മാർ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സമൂഹത്തിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് പറയുമ്പോഴും അത്തരത്തിലല്ല പലപ്പോഴും പ്രായോഗികമായി അനുഭവത്തിൽ വരുന്നത്. അതുകൊണ്ടാവും അങ്ങനെ ഒരു അഭിപ്രായം. ശ്രീരാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീരാജൻ, സുപ്രീം കോടതി തന്നെ ചോദിക്കുകയാണ്, ഇത് എന്തുതരം വിചാരണയാണ്? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 ദിവസമാണ് ദിലീപിന്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തിയത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഞാൻ പറയാണ്ടിരുന്നായിരുന്നു. എനിക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞത് 500 കോടി കയ്യിലിരിക്കുന്ന ദിലീപിന്റെ കേസ് എവിടെങ്കിലും ചെന്നെത്തുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ 200ഓളം പേര് ക്രിമിനൽ കേസുകളിൽ പെട്ടവരാ. അവർക്കെതിരെ എന്ത് കേസാ ഉള്ളത്?
ഈ കർണാടകയിൽ തൊട്ടടുത്ത് നമുക്കറിയാം റെഡി സഹോദരന്മാർ കാണിച്ച തോന്നിയാസിന് എന്ത് കേസാണ് അവിടെ ഉള്ളത്? പൈസ കയ്യിലുണ്ടോ? ഒരു കേസും ഇല്ല സാറേ. ഇവിടെ പിന്നെ വല്ല ദൈവത്തിലേക്ക് വിളിച്ചിങ്ങനെ ഈ ഷോയും കാണിച്ച് നടന്നാൽ മതി. അല്ലാതെ ഈ ഇങ്ങനെയുള്ള കാശുള്ളവർക്ക് യാതൊരു രീതിയിലുള്ള കേസ് കൊണ്ടാൻ പോകുന്നില്ല, അവരെ ഒന്നും തൂക്കിക്കൊല്ലാനും പോകുന്നില്ല. ശരി, ഓക്കെ. ദിലീപിന്റെ കാശില്ലായിരുന്നെങ്കിൽ ദിലീപിനെ എപ്പ തൂക്കിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഒന്നും നടക്കത്തില്ല, ഇവിടെ ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, ശരി. മറ്റൊരു പ്രേക്ഷകരുണ്ട് കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ്. ശ്രീ ദാസൻ, സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നു, ഇത് എന്തുതരം വിചാരണയാണ്? ഇങ്ങനെ അനന്തമായ ഒരു കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് ചോദിക്കുന്ന അവസ്ഥ വരുന്നു. വിചാരണ കോടതിയോടുകൂടിയാണ് കോടതിയുടെ ചോദ്യം. സർക്കാരിനോടും ചോദിക്കുന്നു, സർക്കാർ ഈ മേഖലയിലെങ്ങും ഇതിനെ എതിർത്തില്ലേ എന്ന് ചോദ്യം ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളുകളുടെ കേസുകൾ ഇങ്ങനെ അനന്തമായി വിചാരണ നീണ്ടുപോകുന്നത്? ശ്രീ ദാസൻ, കേൾക്കാമോ? ദാസന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ നിന്നും വില്യമാണ്. ശ്രീ വില്യം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്. പലതരത്തിലുള്ള വിവാദങ്ങളും അതിനോടനുബന്ധിച്ച് ഉയരുകയും ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി തന്നെ ഇപ്പോൾ ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാർ, ഇത് സുപ്രീം കോടതി ഈ കോടതിയുടെ വസ്തുതയിൽ തന്നെ ഉള്ളതല്ലേ? സുപ്രീം കോടതി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ അതിന്റെ ഹെഡായിട്ടിരിക്കുന്ന സുപ്രീം കോടതി ഇങ്ങനെ കീഴ്ക്കോടതികളോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? അതിന് നടപടി എടുക്കണം. കാരണം എന്ന് വെച്ചാല് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാല് അതിലെ അന്വേഷണ ഏജൻസികൾ ഇത്ര ദിവസത്തിനകം അന്വേഷണം നടത്തി അതിന്റെ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ വിചാരണയൊക്കെ കറക്റ്റ് സമയത്ത് പൂർത്തിയാക്കി അതിന് വേണ്ട ശിക്ഷ, അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണെങ്കിൽ അയാളെ വെറുതെ വിടുക. അല്ലാതെ 7.5 വർഷമൊക്കെ ഒരാളെ പിടിച്ചിട്ട് വിചാരണയുടെ പേരും പറഞ്ഞിട്ട് തടവിലാക്കിയിട്ടിട്ട് ഇത് എന്ത് നിയമവ്യവസ്ഥ? ബാർബേറിയൻ നിയമവ്യവസ്ഥ പോലും ഇങ്ങനെ ചെയ്യാറില്ല അല്ലേ? അവിടെ ശിക്ഷ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ തട്ടും, താങ്കൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരാൾ കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. ആരെയായാലും ഇത്രകാലം ദീർഘകാലം വിചാരണയുടെ പേരിൽ തടവ് ചെയ്യുന്നത് ശരിയല്ല. അതൊരു ആധുനിക നിയമ സംവിധാനത്തിലൊന്നും അത്തരം കാര്യങ്ങൾ ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അത്തരമൊരു ചോദ്യം, വിചാരണ കോടതിയോടക്കം അത്തരമൊരു ചോദ്യം ഉന്നയിച്ചത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് പറയാം. അതെ, ഞാൻ പറയുന്നത് ഇത് നമ്മളെ മതിലേക്ക് പറ്റിയവരായിപ്പോ ഈ പൾസറിന്റെ കാര്യം. ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം പൊതുവെ കോടതിയിൽ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. പക്ഷെ നമുക്ക് കോടതിയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കോടതിയെ പറ്റി ഒന്നും പറഞ്ഞു കഴിഞ്ഞാല് പോളറിനെ പറ്റി അക്ഷരം മുണ്ടിപ്പോളെന്ന് പറഞ്ഞ പോലെയാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പൊതുവെ കോടതിയിൽ എന്തൊക്കെ ഇപ്പം തന്നെ കണ്ടില്ല. നമ്മൾ കുറെ ആൾക്കാരെ മുൻകൂർ ജാമ്യം വന്നപ്പോ ആ എം എം വർഗീസിന്റെ മോള് ജഡ്ജിയായ കോടതിയിലാണ് വന്നത്. അത് മുൻകൂർ തന്നെ MLA പറഞ്ഞു, മുൻ MLA ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന്. ഹൈക്കോടതി എന്തെങ്കിലും നടപടിയെടുത്തോ? അപ്പൊ എല്ലാവർക്കും മുൻകൂർ ജാമ്യം കിട്ടിയില്ല. ഈ കോടതിനെ പൊതുവെ ജനങ്ങൾക്കെല്ലാം സംശയമുണ്ട്. അത് സുപ്രീം കോടതി ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ സംശയ നിവാരണം വരുത്തണം. കാരണം നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കോടതിയിൽ മാത്രമേ ആശ്രയം. ഇവിടെ ഈ പണക്കാരൻ എന്ത് ചെയ്യാന്നല്ല. ഇപ്പം ഈ ദിലീപ് ആണെങ്കിൽ ഈ ഏറെക്കൊല്ലം ജയിലിൽ കിടക്കുമോ? 85 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ദിലീപ് ജാമ്യം കിട്ടി. കാരണം 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റൂല. കൃത്യം 85ാം ദിവസം ജാമ്യം കൊടുത്തു. അപ്പോൾ ഇത് എന്തെല്ലോ പന്തികാടിന് പണത്തിന്റെ തൂക്കം നോക്കിയിട്ട് ജഡ്ജിമാർ നോക്കുന്ന സംശയമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞ വളരെ കറക്റ്റാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ചില കേസുകളിൽ മാത്രം, പ്രത്യേകിച്ച് സമൂഹത്തിൽ വലിയ സ്വാധീനശേഷിയും സാമ്പത്തിക ശേഷിയുമുള്ള ആളുകളുടെ കേസുകളിൽ വിചാരണയൊക്കെ ഇങ്ങനെ അനന്തമായി നീളുകയാണ്. ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വക്കീലിന് മുന്നിൽ, ദിലീപിന്റെ വക്കീലിന് മുന്നിൽ 87 ദിവസമാണ് ക്രോസ് വിസ്താരത്തിനായി നിന്നു കൊടുക്കേണ്ടി വന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ ഉപകാരമായി. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? അതിന് പറഞ്ഞോളൂ. ദയവേത് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, ന്യൂസ് 18 പൊതുവേദിയിൽ സംസാരിക്കുന്ന സമയത്ത് TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം നിങ്ങൾ ഫോണിൽ സംസാരിക്കാൻ. അല്ലെങ്കിൽ TV-യിൽ ശബ്ദം കേട്ട് മറുപടി പറയാൻ നിന്നാൽ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. ചെറിയ ഒരു സെക്കൻഡുകളുടെ വ്യത്യാസം അത് തമ്മിലുണ്ട്. ശ്രീ അജയ് ആണ് മലപ്പുറത്തു നിന്നും. ശ്രീ അജയ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ദിലീപൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്ന കേസിൻ്റെ വിചാരണയൊക്കെ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത്? സുപ്രീം കോടതി പോലും ഇപ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഒരു വിചാരണ കോടതിയിൽ ഇത്രത്തോളം കാലം വേണോ ഒരു കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കാൻ? ഇനിയും ഇത് എന്ന് തീരാനാണ് എന്നത് തന്നെ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്യുന്നു. പൈസന്റെ പ്രശ്നമാണിത്.
TD മുസിച്ചു ഇറങ്ങണില്ല, അതാ പ്രശ്നം. താങ്കൾ പറഞ്ഞോളൂ. ശ്രീ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ അനന്തമായ വിചാരണ നീണ്ടുപോകുന്നത്? സുപ്രീം കോടതി ഇതെന്ത് തരം വിചാരണയാണ് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വാധീനശേഷിയുള്ളവരുടെ, സാമ്പത്തിക ശേഷിയുള്ളവരുടെ കേസുകളിലൊക്കെ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത്? സാറേ, ഇവിടെ ഈ രാജ്യത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പണമുള്ളവനൊരു നിയമവും പണമില്ലാത്തവനൊരു നിയമവും, അങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങള് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പണമുണ്ടോ, എത്ര വൃത്തികേട് കാണിച്ചാലും അവർക്ക് ഇങ്ങനെ ഇനി അഥവാ ഈ ബഹുജനങ്ങൾ അറിയുമ്പോൾ കേസ് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിലും ഇങ്ങനെ നീട്ടിക്കൊണ്ടങ്ങ് പോകാം. അവരെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാണ് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപ് സാർ നോക്കിയോ, ദിലീപിന്റെ കേസ് അവസാനം ഒന്നും അല്ലാണ്ടായി പോകും. അതാ സംഭവിക്കുക. ഇവര് തമ്മിൽ എന്ത് അന്തർധാരയായും കോടതിയായിട്ട് ഇവർക്കൊക്കെ ഉള്ളതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല ഇവിടുത്തെ. ശരി, ശ്രീ ശിവനാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ ശിവൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ അനന്തമായി ചില കേസുകളിലെ വിചാരണ നീണ്ടുപോവുകയാണ്. ഇതിലൊക്കെ സുപ്രീം കോടതി പോലും ചോദിക്കുന്നു, ഈ വിചാരണ കോടതി ഇത് എന്തുതരം വിചാരണയാണ് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള നിയമം അങ്ങനെ ഇല്ല. ഈ ഭൂമിയിൽ നിയമമില്ല. ഭൂമിയിൽ നിയമമുള്ളത് സാധാരണക്കാരന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കാശുകാരന് യാതൊരു നിയമം ഇന്ന് വരെ ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ അവന്റെ അന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോകും. അപ്പൊ ഈ സിനിമയിൽ തന്നെ കാണാൻ പാടില്ല എന്തൊക്കെ കേസുകൾ കാണിക്കുന്നുണ്ട്. 20 കൊല്ലം കഴിഞ്ഞ കേസ് വരെ എടുത്തിട്ട് അത് നമ്മൾ സാധാരണക്കാരനാണ് ആ കേസ് കൊടുക്കണമെങ്കിൽ 20 കൊല്ലം നിങ്ങൾ എവിടെ പോയി കിടന്നതെന്ന് ഇവർ ചോദിക്കൂലേ? ശരി, സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരം കേസുകളിൽ വിചാരണ ഇങ്ങനെ അനന്തമായി നീളുന്നതിനെ സുപ്രീം കോടതി തന്നെ വിമർശിക്കുന്നു. നമസ്കാരം സാറേ, എനിക്ക് പറയാനുള്ളത് ഈ വിചാരണ കോടതിയെ, സുപ്രീം കോടതിയെ ഇതിനു മുന്നേ തന്നെ വിചാരണ കോടതിക്ക് തുടക്കത്തിലെ തന്നെ എത്രമാത്രം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കാരണം നമുക്കറിയാം ഈ വിചാരണ കോടതിയിൽ കൊടുത്ത തൊണ്ടി മുതലുകൾ എങ്ങനെയുണ്ടായേ, അതിനെതിരെ എന്ത് നടപടിയെടുത്ത് സുപ്രീം കോടതി വെറുതെ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കീഴ്ക്കോടതിയോട് ചോദിക്കണം എന്തുകൊണ്ട് ഈ വിചാരണ നടത്തി എന്ന് പറഞ്ഞിട്ട് അവരോട് വിശദീകരണം ചോദിക്കേണ്ടതായിരുന്നു. അല്ലാണ്ട് വെറുതെ പ്രോസിക്യൂഷന്റെ ഗവൺമെന്റ് അതിനെ എതിർത്തില്ല എന്നല്ല ചോദിക്കണ്ടേ. ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ഈ വിചാരണ കോടതിയോട് വിശദീകരണം ചോദിച്ചുകൂടായിരുന്നു? അത് ചോദിച്ചിട്ടില്ല. ഇത് തുടക്കത്തിലെ തന്നെ ഈ വിചാരണ കോടതിയിലെ ജഡ്ജിനെ മാറ്റണം എന്ന് തന്നെ അന്ന് നടി പറഞ്ഞതാണ്. ഇത് ഈ ബൈജു പൗലോസിനെ കൂടാതെ തന്നെ ഈ നടി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ അവിടെ വലിച്ചു കീറുകയായിരുന്നു. സാധാരണ ഈ പ്രോസസ് കേസിൽ നടികൾക്ക് ഒരു ആശ്വാസം കിട്ടുക ആ ജഡ്ജായിരിക്കും. ആ ജഡ്ജ് പറയും അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ഈ നടി വന്ന് പുറത്ത് പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ആക്രമിച്ച ദിവസത്തെക്കാളും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഇതിന്റെ വിചാരണയ്ക്കിടയിലാണ്. കാരണം അത്രമാത്രം. ശരി, താങ്കൾ പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനത്തെക്കാൾ കൂടുതൽ പീഡനങ്ങൾ ഇത്തരം ചില ഘട്ടങ്ങളിലൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്ന പല ഇരകളും അത് പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുത്തപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ശ്രീ സുനിൽ വൈദ്യനാണ് എരുമേലിയിൽ നിന്നും. ശ്രീ സുനിൽ വൈദ്യൻ, സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം താങ്കൾ കേട്ട് കാണും. സുപ്രീം കോടതി തന്നെ ചോദിച്ചത് ഇതെന്ത് തരം വിചാരണയാണ് എന്നാണ്. 87 ദിവസമാണ് ബൈജു പൗലോസ് എന്ന ഉദ്യോഗസ്ഥനെ ദിലീപിൻ്റെ അഭിഭാഷകൻ തുടർച്ചയായി ക്രോസ് വിസ്താരം നടത്തിയത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് സാധാരണക്കാരന് ഇവിടെ നിയമം കൊണ്ട് യാതൊരു പരിശിക്ഷയും ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ താങ്കൾ പറഞ്ഞോളൂ. സാധാരണക്കാർക്ക് ഒരു പരിശിക്ഷയും നമ്മുടെ ഈ നിയമത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. മറ്റു പല കേസുകളിലാണെങ്കിൽ പോലും നമുക്ക് കാണുന്നുണ്ട്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഏഴര വർഷത്തെ തടവിന് ശേഷം നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി തന്നെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ കേസിൻ്റെ വിചാരണ ഇങ്ങനെ അനന്തമായി നീളുന്നത്, ഇതെന്തുതരം വിചാരണ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേമാണ് എറണാകുളത്ത് നിന്നും. ശ്രീ പ്രേം, സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നു ഇത് എന്തുതരം വിചാരണയാണെന്ന്.
എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ സ്വാധീനശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ അവർ പൊതുസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഇങ്ങനെ വിചാരണ അനന്തമായി നീളുന്നത്? ശ്രീ പ്രേം, താങ്കൾക്ക് പറയാം. സിറിലാണ് കോട്ടയത്തു നിന്നും. ശ്രീ സിറിൽ, എൻ്റെ ചോദ്യം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേമിനോടായിരുന്നു ചോദിച്ചെങ്കിലും താങ്കൾക്ക് പറയാം. നിങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ മാധ്യമങ്ങളെ കാണുന്നത്. പക്ഷേ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഈ ദിലീപിന്റെ കേസ് തന്നെ എടുക്കാം. ദിലീപിന്റെ കേസ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത ഒരു ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കേസ് പുതുതായിട്ട് അടുത്ത ഒരു കേസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇത് മറന്നു പോകുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതുപോലുള്ള കേസ് ശ്രദ്ധയിൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുമോ? ദിലീപിന്റെ ഈ കേസൊക്കെ ഉണ്ടായ കാലം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ജാഗ്രതയോടുകൂടി എല്ലാ സമയത്തും ആവർത്തിച്ച് വാർത്തകൾ നൽകി. ഇപ്പോൾ പോലും അത് ചർച്ച ചെയ്യാൻ ഞങ്ങളടക്കം തയ്യാറാവുന്നുണ്ട്. ഈ കേസ് മാത്രമായി നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കാൻ കഴിയില്ല. മറ്റു കേസുകളും മറ്റു വിഷയങ്ങളും വരുമ്പോൾ സ്വാഭാവികമായി അതെല്ലാം വാർത്തകളാണ്, അങ്ങോട്ട് പോകേണ്ടി വരും. പക്ഷേ ഇത് കളഞ്ഞിട്ടാണ് പോകുന്നതെന്ന് താങ്കൾ പറയുന്നത് ശരിയല്ല. അത് ഞാൻ പറയുന്നു. ഇപ്പൊ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഈ കേസ് ഇപ്പം നിങ്ങൾ ഇതിൽ ചർച്ചയ്ക്ക് വെച്ചു. അതെ. അപ്പോ ഇതിപ്പോ ഈ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും ഇതിങ്ങനെ ഒരു എന്തുവാ, അങ്ങനെയല്ല. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ കേരളത്തിലെ ഒരു മാധ്യമവും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനെ കുറച്ചു കാണിക്കാനോ അതിനെ അല്ലെങ്കിൽ അവഗണിക്കാനോ തയ്യാറായിട്ടില്ല. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളാകെ, ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചിലപ്പോൾ മറിച്ച് നിലപാട് സ്വീകരിച്ചു കാണും. പക്ഷേ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ അന്തസ്സായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇരയ്ക്ക് ഒപ്പം നിന്ന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്തകൾ. അല്ല, നമ്മൾ പറയുന്നത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നിന്നു പോവുകയാണ്. അത് മുന്നോട്ട് എപ്പോഴും ലൈവിൽ നിർത്തേണ്ടത് മാധ്യമങ്ങളാണ്. നമ്മളത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇതുപോലുള്ള കേസുകൾ, അത് ഏത് കേസായിട്ട്, ദിലീപിന്റെ കേസല്ല, ഏത് കേസും നിങ്ങൾ ലൈവിൽ എപ്പോഴും നിർത്തണം. അപ്പൊ ഇത് സുപ്രീം കോടതി ശ്രദ്ധ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായത്തിന് പ്രത്യേകം നന്ദി. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. തങ്കച്ചനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ തങ്കച്ചൻ പറയാം. ശ്രീ തങ്കച്ചൻ, താങ്കൾ ടി വി മ്യൂട്ട് ചെയ്തിട്ടില്ല. ടി വി മ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറയാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ രഘു ആണ്. ശ്രീ രഘു, ഇന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ്, ഇത് എന്ത് തരം വിചാരണയാണ്? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 ദിവസമാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തിയത്. ഇങ്ങനെ എങ്ങനെയാണ് ഒരാളെ തുടർച്ചയായി കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ള അത്ഭുതം കോടതി തന്നെ പ്രകടിപ്പിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ രഘുവിൻ്റെ കോളിലും ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത് ഇതെന്തുതരം വിചാരണയാണ് എന്നാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജു പൗലോസിനെ 87 ദിവസമാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തിയത്. ഈ സമയത്ത് കോടതി എന്തെടുക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് വിചാരണ കോടതിയോട് ചോദിക്കുന്നത്. ഒപ്പം സർക്കാർ ഇതിനെ എതിർത്തില്ലേ എന്നുള്ള ചോദ്യം സർക്കാരിനോടുകൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും സാധാരണക്കാരുടെ കണ്ണിൽ നോക്കുമ്പോൾ സമ്പന്നന്മാരുടെ അല്ലെങ്കിൽ സ്വാധീനശേഷിയുള്ളവരുടെ കേസുകൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശ്രീ ആഷിമാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും. ശ്രീ ആഷിം, താങ്കൾക്ക് പറയാം. ഹലോ, ശ്രീ ഹാഷിം പറയാം. ശ്രീ ഹാഷിം കേൾക്കാമോ? കേൾക്കാം. ഹലോ, താങ്കൾക്ക് പറയാം. താങ്കൾ ടി വി മ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഹലോ, എല്ലാവരുടെയും ഒരു ആഗ്രഹം ദിലീപിനെ പൂട്ടാനുള്ള പരിപാടിയാണ്. അത് ഒരു കാരണവശാലും. ഹലോ, ഹലോ, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ ഹാഷിം, താങ്കൾ പറഞ്ഞോളൂ. ടി വി മ്യൂട്ട് ചെയ്തിട്ട് ടെലിഫോണിൽ ശ്രദ്ധിച്ച് പറഞ്ഞോളൂ. ശ്രീ രാജു ആണ് പാലക്കാട് നിന്നും. ശ്രീ രാജു, സുപ്രീം കോടതി തന്നെ ഇന്ന് ചോദിച്ചിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത്? ഇത് എന്തുതരം വിചാരണയാണെന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി തന്നെ ഉന്നയിക്കുന്നത്. സമൂഹത്തിൽ ശേഷിയും സമ്പത്തും സ്വാധീനശേഷിയും ഒക്കെ ഉള്ള ആളുകളുടെ കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദച്ചാമി അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ കേസ് കണ്ടില്ല. ജയിലുകളിൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ കറി,
കോഴിക്കറി, ഇത് ഫിഷ് കറി ഇതൊക്കെ കൊടുത്ത് ഇവരൊക്കെ തീറ്റിപ്പോറ്റി വളർത്താനല്ലേ ഇവരൊക്കെ ഓർഡർ ഇടുന്നത്. അപ്പോൾ കാശും സ്വാധീനമുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവരുടെ കയ്യിൽ കണ്ടമാനം പൈസ ഉണ്ടാവും. ആ അഡ്വക്കേറ്റ് ആള് എന്നാ പറഞ്ഞ ആൾക്ക് എത്ര മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങണമല്ലോ ഓരോ സിറ്റിങ്ങിന്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ വാദിക്കുന്ന ടീമുകള് ഇതൊക്കെ നിസ്സാരമായിട്ട് ഓരോർക്ക് അനുകൂലമായിട്ടുള്ള വിധികളൊക്കെ നേടിയെടുക്കുകയായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന തെളിവുകളല്ലേ നമ്മൾ കാണുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച തുടരുകയാണ്. സുപ്രീം കോടതിയുടെ അതിരൂക്ഷമായ വിമർശനമാണ് വിചാരണ കോടതിക്കു നേരെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം വിചാരണ നീണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. ഇത് ഇനി എന്നാണ് ഈ വിചാരണ കഴിയുക എന്നും കോടതി ചോദിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറാൻ വേണ്ടി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലേക്ക് പോവുകയാണ്. അടുത്ത മുഖ്യമന്ത്രിയായി തീരുമാനിച്ച അതിഷി രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നിയുക്ത മുഖ്യമന്ത്രി അതിഷിയുമാണ് രാജ്ഭവനിലെത്തിയത്. കെജ്രിവാൾ രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. അതിനുശേഷം അടുത്ത മുഖ്യമന്ത്രിയായി അതിഷിയെ തീരുമാനിച്ചുകൊണ്ടുള്ള കത്താണ്. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്താണ്. ഇനി അടുത്ത സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം രാജ്ഭവനിൽ നിന്ന് നിശ്ചയിക്കണം. ഡൽഹിയിൽ അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് നടന്നത്. ജയിലിൽ കിടന്ന സമയത്തടക്കം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്ന അരവിന്ദ് കെജ്രിവാൾ സ്ഥിരം ജാമ്യം കിട്ടി പുറത്തിറങ്ങി വന്നപ്പോൾ താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നുവെന്നും ജനങ്ങളുടെ കോടതിയിലേക്ക് താൻ തെറ്റുകാരനാണ്, അഴിമതിക്കാരനാണെന്ന് തോന്നുന്നെങ്കിൽ ജനങ്ങൾക്ക് വിധി എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു. ആപ്പിൻ്റെ മന്ത്രി അതിഷി പുതിയ മുഖ്യമന്ത്രിയായി തീരുമാനിക്കപ്പെടുന്നു. ഇനി ഔദ്യോഗികമായി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ള സത്യപ്രതിജ്ഞ ഏറ്റെടുക്കുക എന്നുള്ള ചടങ്ങുകളാണ് ബാക്കിയുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തുള്ളിൽ തന്നെ വരാം. പൊതുവേദി ഈ പ്രധാനപ്പെട്ട ഒരു വാർത്ത കടന്നു വന്നതുകൊണ്ടാണ് പൊതുവേദി അവസാനിപ്പിക്കേണ്ടി വരുന്നത്. അതിനുശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരാം.